എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ എപ്പോഴും വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആലോചിക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ, എന്തൊക്കെയാണ് നാട്ടിലെ വിശേഷം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. പക്ഷെ കുറച്ച് ദിവസങ്ങളായിട്ട് നാട്ടിൽ നിന്ന് വരുന്ന ന്യൂസ് ഒന്നും അത്ര സന്തോഷമുള്ള കാര്യങ്ങളൊന്നുമല്ല. അതായത് ഭയങ്കര വിഷമവും നമുക്ക് പേടിയൊക്കെ ആവുന്ന ഒരുപാട് ന്യൂസുകളാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ റീസെന്റ് ആയിട്ടുണ്ടായ അർജുന്റെ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഇന്നലെ നടന്ന വയനാട്ടിലത്തെ കാര്യമാണെന്നുണ്ടെങ്കിലും ഒക്കെ ഭയങ്കര പേടിയും വിഷമവും ഒക്കെയാണ് അത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്നത്. കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ജാഗ്രത നിർദ്ദേശങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ഈ പറഞ്ഞ പ്രശ്നങ്ങളിലൊക്കെ പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഇവരൊക്കെ ഉൾപ്പെടുത്താൻ നോക്കുക. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു കാര്യം കൂടെ പറയണമെന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഞാനും എൻ്റെ ഫാമിലിയും എങ്ങനെയാണ് ലക്സംബർഗിൽ എത്തിയത് എന്നുള്ളത് ഒരുപാട് ആൾക്കാർ ഞങ്ങളടുത്ത് ചോദിച്ചൊരു കാര്യമാണ്. പല കമന്റ്സിനും റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാനൊരു വീഡിയോയിൽ 1-2 വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. ഞങ്ങളൊരു ഓൺ സൈറ്റിന്റെ ഭാഗമായിട്ടാണ് ലക്സംബർഗിലേക്ക് വരുന്നത്. അതായത് ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഒരു ഓൺ സൈറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടി. അങ്ങനെ ആണ് ഞങ്ങൾ ലക്സംബർഗിൽ എത്തുന്നത്. അപ്പോൾ ലക്സംബർഗിൽ ഒരു ഓൺ സൈറ്റ് ഓപ്പർച്യൂണിറ്റിന്റെ ഭാഗമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വരാനൊരു അവസരം കിട്ടിയെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ ഏത് ടൈപ്പ് ഓഫ് വിസയിൽ വന്നതാണെന്നും കൂടെ ഞാൻ പറയാം. ഞാൻ കമ്പനിയുടെ പേരൊന്നും പറയുന്നില്ല. സോ ഹസ്ബൻഡ് ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതേ കമ്പനി ലക്സംബർഗ് എന്ന് പറയുന്ന ലൊക്കേഷനിലും ഉണ്ട്. ഇവിടെ ഓൺ സൈറ്റ് ആയിട്ട് വരുമ്പോൾ നാട്ടിലത്തെ കമ്പനി ലൊക്കേഷനിൽ നിന്ന് ലക്സംബർഗ് ലൊക്കേഷനിലേക്ക് ഒരു ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ പോലെ ചെയ്തു. അങ്ങനെയായിരിക്കും നമ്മുടെ വിസയിൽ ഉണ്ടാവുക. അതായത് നമ്മുടെ വിസ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ എന്നായിരിക്കും ഉണ്ടാവുക. ഞാനും മോളും ഡിപെൻഡന്റ് ആണ്. പക്ഷെ ആളുടെ വിസ ടൈപ്പിൽ ഇങ്ങനെ ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ ICT വിസ എന്നാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ ഞാൻ ഈ പറയാൻ പോകുന്നത് ഞങ്ങളെ ഒരു അനുഭവമാണ്. എല്ലാവർക്കും സിമിലർ ആയിക്കൊള്ളുന്നില്ല. നിങ്ങൾക്ക് ലക്സംബർഗിലേക്ക് ഒരു ഓൺസൈറ്റ് ഓപ്പർച്യൂണിറ്റിന്റെ ഭാഗമായിട്ടൊക്കെ വരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും. ഇൻഫാക്ട് ആ ഒരു ഓഫർ സ്വീകരിക്കണോ വേണ്ടേ എന്ന് വരെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഇങ്ങനെ ഒരു ഓർഡറിലൊന്നല്ല പറയുന്നത്. എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു പോകുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ആ ഒരു ഓൺസൈറ്റ് ഓപ്പർച്യൂണിറ്റിന്റെ ഒരു ഡ്യൂറേഷൻ ആണ്. സോ ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്നുള്ളത് നിങ്ങൾ ആദ്യം അന്വേഷിക്കണം. ട്രസ്റ്റ് മീ, ഇപ്പോൾ നിങ്ങളൊരു ഫാമിലി ആയിട്ടാണ് വരുന്നതെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഇനീഷ്യൽ ആദ്യത്തെ കൊല്ലം എന്നൊക്കെ പറയുന്നത് കുറച്ച് സ്ട്രഗിളിങ് തന്നെയായിരിക്കും. ലോങ് ടേം ഡ്യൂറേഷൻ ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾക്കൊരു ഫിനാൻഷ്യൽ ബെനിഫിറ്റും കൂടെ ഉണ്ടാവാൻ സാധ്യത. കാരണം ഷോർട്ട് ടേം ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, സ്ഥലങ്ങളൊക്കെ കാണാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സാലറിയാണ്. അതായത് ആഫ്റ്റർ ടാക്സ് ഡിഡക്ഷൻ നിങ്ങളെ കയ്യിൽ എത്ര സാലറി കിട്ടും എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ടാക്സ് ക്ലാസ്സസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വന്നപ്പോൾ ഒരു ടാക്സ് ക്ലാസ് ആയിരുന്നു. ഇനിയിപ്പോൾ സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു ടാക്സ് ക്ലാസ്, അത് കഴിഞ്ഞിട്ട് ഫാമിലി ഒക്കെ ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വേറെ ടാക്സ് ക്ലാസ്. അങ്ങനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. സോ ബെസ്റ്റ് വേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മുന്നേ ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കുക ആഫ്റ്റർ ടാക്സ് എത്ര സാലറിയാണ് കയ്യിൽ കിട്ടുക എന്നുള്ളത്, ടാക്സ് ഡിഡക്ഷൻ എത്ര വരും എന്നുള്ളത് എന്തായാലും നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ സാലറിനെ പറ്റി പറയുമ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ലിവിങ്ങും ടാക്സ് ഡിഡക്ഷൻസും രണ്ടും നോക്കണം. കോസ്റ്റ് ഓഫ് ലിവിങ്ങിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഏകദേശം എത്രയാണ് റെന്റ് വരിക സിംഗിൾ ആയിട്ട് വരുമ്പോൾ, ഫാമിലി ആയിട്ട് വരുമ്പോൾ അത് കിട്ടാനുള്ള ബുദ്ധിമുട്ട് എങ്ങനെയാണ് കിട്ടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോ കാണാത്തവർ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കാം. സാലറിയാണ് പറഞ്ഞിട്ടുള്ളത്. ടാക്സ് ഡിഡക്ഷൻ എത്രയാണ് വരിക, അതേപോലെ തന്നെ കോസ്റ്റ് ഓഫ് ലിവിങ്ങും കഴിഞ്ഞ് കയ്യിൽ എത്ര സാലറി ബാക്കി ഉണ്ടാവും എന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങൾ വരുന്നതിന്റെ മുന്നേ തന്നെ ഉണ്ടാവണം. പിന്നെ വരുന്നത് മെഡിക്കൽ ഇൻഷുറൻസ് ആണ്. മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലാണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്നത് ശരി തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഓൺ സൈറ്റ് ഒക്കെ വരുമ്പോൾ മിക്കവാറും ഈ IT കമ്പനി ആണല്ലോ ഓൺ സൈറ്റ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അതേപോലത്തെ കമ്പനീസ് ആണല്ലോ ഓൺ സൈറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. പ്രൈവറ്റ് ഇൻഷുറൻസ് ആയിരിക്കും നിങ്ങളെ എല്ലാ മെഡിക്കൽ എക്സ്പെൻസസും നോക്കുന്നത്. ഇപ്പോൾ ഫാർമസി ബില്ലായിക്കോട്ടെ, ഹോസ്പിറ്റൽ ബിൽ ആയിക്കോട്ടെ, അതൊക്കെ അവരായിരിക്കും റീഇംബേഴ്സ് ചെയ്യുക. ലക്സംബർഗ് ഗവൺമെന്റിന്റെ തന്നെ ഒരു ഇൻഷുറൻസ് ഉണ്ട്, CNS എന്ന് പറയും. ഞാൻ നഴ്സിംഗ് ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഞാൻ CNSനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഈ മെഡിക്കൽ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നത് CNS ആണെന്നുള്ളത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ലക്സംബർഗിൽ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്.
ഈ ഒരു സോഷ്യൽ സെക്യൂരിറ്റി ആണ് നമ്മുടെ പെൻഷനും ഫാമിലി അലവൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നത്. മോസ്റ്റ്ലി ഇവിടെ വർക്ക് പെർമിറ്റിൽ വരുന്ന ഒരാൾക്ക് അവരെന്തായാലും ഈ സോഷ്യൽ സെക്യൂരിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവും. ആ ഒരു സോഷ്യൽ സെക്യൂരിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഈ CNSന്റെ കീഴിൽ നമ്മളൊക്കെ മെഡിക്കലി ഇൻഷുർഡ് ആവുന്നത്. നമ്മൾ ലക്സംബർഗിൽ വരുമ്പോൾ തന്നെ കമ്മ്യൂണിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾക്ക് മാത്രമായിട്ടൊരു ഐഡന്റിഫിക്കേഷൻ നമ്പർ പോലെ കിട്ടും. സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ എന്നൊക്കെ പറയും. ലക്സംബർഗിൽ വരുന്ന എല്ലാവർക്കും നമ്പർ കിട്ടും എന്നുണ്ടെങ്കിൽ കൂടെ ഇങ്ങനെ ഓൺസൈറ്റിനും ഡെപ്യൂട്ടേഷനും ഷോർട്ട് ടേം ആയിട്ട് വരുന്ന ആൾക്കാർക്കൊന്നും ഈ പറഞ്ഞ കോൺട്രിബ്യൂഷൻ ചെയ്യേണ്ട ആവശ്യം വരാറില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷനെ നമുക്ക് തരൂല്ല. അതേപോലെ തന്നെ ഈ ഒരു സോഷ്യൽ സെക്യൂരിറ്റി കാർഡും നമുക്ക് കിട്ടില്ല, നമുക്ക് ജസ്റ്റ് ആ നമ്പർ മാത്രമേ കിട്ടൂ. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാലറിയിൽ നിന്ന് ഒരു എമൗണ്ട് സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷനിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും അന്വേഷിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കിപ്പോൾ മന്ത്ലി നമുക്ക് ഫാമിലി അലവൻസ് കിട്ടും. ഫാമിലി ആയിട്ടാണ് വരുന്നത്, കുട്ടികളുടെ കൂടെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഓരോ മാസവും ഇത്ര ഒരു എമൗണ്ട് ഗവൺമെന്റ് നിന്ന് നമുക്ക് കിട്ടും. ഇത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാസം ഇത്ര യൂറോ, കുറച്ചുകൂടെ വലിയ കുട്ടികൾക്ക് കുറച്ചുകൂടെ കൂടിയ എമൗണ്ട്. അങ്ങനെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 17-18 വയസ്സാവുന്നവരെ നമ്മൾക്ക് ആ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എമൗണ്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. ആ ഒരു ബെനിഫിറ്റ് നമുക്ക് മിസ്സാവും നമ്മൾ സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ഈ ഹൗസിംഗ് അലവൻസ് ഒക്കെ ഉണ്ട്, റെന്റ് അലവൻസ് കൊടുക്കുന്നുണ്ട് ലക്സംബർഗ് ഗവൺമെന്റ്. ബേസിക്കലി നിങ്ങൾ സാലറിയിൽ 25% റെന്റിന് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ എലിജിബിൾ ആണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഹീറ്റിങ്ങിന് വേണ്ടിയിട്ട്, ഇപ്പോൾ റൂമൊക്കെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഗ്യാസിന്റെ ഒരു സബ്സിഡി, നമ്മൾ വീടെടുക്കുമ്പോൾ നമുക്ക് റെന്റൽ ഡെപ്പോസിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു അലവൻസ് പോലെ. ബേസിക്കലി ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഒരു അലവൻസും നമ്മൾക്ക് കിട്ടില്ല നമ്മൾ സോഷ്യൽ സെക്യൂരിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഫാമിലി അലവൻസിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് ഇത്ര യൂറോ ഒരു മാസം ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടല്ലോ. അതിൽ നമ്മൾ നോക്കുമ്പോൾ റിക്വയർമെന്റ്സ് നോക്കുമ്പോൾ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഷോർട്ട് ടേം ഡെപ്യൂട്ടേഷൻസിലേക്കൊന്നും വരുന്ന ആൾക്കാർക്ക് ഇത് എലിജിബിൾ അല്ല എന്നുള്ള പോലെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ലക്സംബർഗിലേക്ക് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സോഷ്യൽ സെക്യൂരിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്കൊരു സോഷ്യൽ സെക്യൂരിറ്റി കാർഡ് കിട്ടുമോ, ഇങ്ങനത്തെ അലവൻസും ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് അവെയിൽ ചെയ്യാൻ എലിജിബിലിറ്റി ഉണ്ടോ എന്നുള്ളതും കൂടെ നിങ്ങൾ ലക്സംബർഗിലേക്ക് വരുന്നതിന്റെ മുന്നേ ചെക്ക് ചെയ്യണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കോമഡേഷന്റെ കാര്യമാണ്. കമ്പനി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യോ, എത്ര ദിവസമാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്, അതേപോലെ തന്നെ അപ്പോഴേക്കും നിങ്ങൾക്ക് നിൽക്കാനുള്ള വേറെ ഓപ്ഷൻസ്, വീടോ അപ്പാർട്ട്മെന്റോ റെന്റിന് എടുക്കുന്ന ആയിക്കോട്ടെ, അടുത്ത അക്കോമഡേഷൻ എവിടെയാണ് എന്നുള്ളതും കൂടെ നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് വേണം വരാന്. നാട്ടിൽ നിന്നേ അതിനുള്ള സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്ന ഇത്രയും കാര്യങ്ങളാണ്. ഓൺസൈറ്റ് ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ഡ്യൂറേഷൻ, പിന്നെ സാലറി എത്ര ഉണ്ട് നോക്കണം, അത് തന്നെ ടാക്സ് ഡയറക്ഷൻ എത്ര പോകുന്നുണ്ട് നോക്കണം, കോസ്റ്റ് ഓഫ് ലിവിങ് ശ്രദ്ധിക്കണം, അക്കോമഡേഷന്റെ കാര്യം നോക്കണം, കമ്പനി പ്രൊവൈഡഡ് ആണോ ഇല്ലേ, ഇനി ഇല്ലെങ്കിൽ എവിടെ നിൽക്കും, എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതൊക്കെ നമുക്കൊരു ബാക്കപ്പ് നമ്മളെ കയ്യിൽ വേണം. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് അവെയിൽ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ലക്സംബർഗ് ഗവൺമെന്റ് ഒരുപാട് അലവൻസും ബെനിഫിറ്റ്സും ഒക്കെ ആൾക്കാർക്ക് കൊടുക്കും. അതിനങ്ങനെ ഇവിടുത്തെ നാഷണൽ ആയിരിക്കണം അല്ലെങ്കിൽ ഇവിടുത്തെ സിറ്റിസൺ ആയിരിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഫാമിലി അലവൻസ്, റെന്റ് അലവൻസ്, വേറെ ഒരുപാട് സബ്സിഡി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ ചെയ്യുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും പോലെ സ്ട്രെയിറ്റ് റിജക്ഷൻ ആണ്. ഞങ്ങളുടെ ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ICT വിസയിലാണ് വന്നത്. ആദ്യത്തെ 2 ആഴ്ച മാത്രമേ നമുക്ക് അക്കോമഡേഷൻ ഉണ്ടായിരുന്നുള്ളൂ. അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡഡ് അക്കോമഡേഷൻ ഒന്നും ആയിരുന്നില്ല, ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു. ആ ഒരു എമൗണ്ട് കമ്പനി കൊടുക്കും, ബാക്കി വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കണം. അതും 14 ഡേയ്സിലേക്ക് മാത്രമേ കമ്പനി അത്രയും എമൗണ്ട് റീഇംബേഴ്സ് ചെയ്യൂ എന്നുള്ള പോലെയായിരുന്നു. അതിനുശേഷം നമ്മൾ തന്നെ നമ്മളെ വീടോ അപ്പാർട്ട്മെന്റോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കണം എന്നുള്ള സ്കീം തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ഈ റെന്റൽ അലവൻസും ചൈൽഡ് അലവൻസിനൊക്കെ വേണ്ടിയിട്ട്, ഫാമിലി അലവൻസിനൊക്കെ വേണ്ടി നോക്കിയപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് നമ്മൾ സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നില്ല, ഷോർട്ട് ടേം ആയിട്ട് വന്നുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളതുകൊണ്ട്
നമ്മൾക്ക് അങ്ങനത്തെ ബെനിഫിറ്റ്സോ കാര്യങ്ങളോ അലവൻസോ ഒന്നും കിട്ടിയിട്ടില്ല. അക്കോമഡേഷൻ കണ്ടുപിടിക്കാനൊക്കെ കുറച്ചധികം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മാത്രമല്ല, എല്ലാവരും അറ്റ്ലീസ്റ്റ് ഞങ്ങൾ വന്ന സമയത്ത് വന്ന എല്ലാവർക്കും. അപ്പൊ അതും എനിക്ക് ഈ വീഡിയോയിൽ പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ സാലറിയുടെ കാര്യം, എത്ര എമൗണ്ട് ആണ് ടാക്സിന് പിടിക്കുക എന്നുള്ളത് ഓൾറെഡി ഇവിടെ വന്ന ആൾക്കാരുടെ അടുത്തായിരുന്നു ഞങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് ആദ്യം വന്ന സമയത്ത് ഏകദേശം ഒരു 33% നമുക്ക് ടാക്സ് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേക്കും ഞങ്ങളെ ടാക്സ് ക്ലാസ് മാറി. എന്നിട്ട് ഈ ഒരു എക്സ്ട്രാ എമൗണ്ട് പിടിച്ചതൊക്കെ നമുക്ക് റീഇംബേഴ്സ് ചെയ്ത് കിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് കമ്പനി പ്രൊവൈഡഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫാർമസി ബിൽസും നമ്മൾ ഡോക്ടറെ കാണിക്കുന്ന ബിൽസൊക്കെ നമുക്ക് അപ്പം തന്നെ റീഇംബേഴ്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. CNS വഴി പോണ്ടി വന്നില്ല. സോ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ലക്സംബർഗിലേക്ക് വരാൻ ഒരു ഓൺസൈറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വരുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കണം, എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇന്ന്. അറ്റ്ലീസ്റ്റ് ഞങ്ങൾ വരുന്നതിൻ്റെ മുന്നേ ഇത്രയും കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഒന്ന് ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞങ്ങൾക്ക് പിന്നീട് തോന്നിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം. അതേപോലെ തന്നെ ഞങ്ങളെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ പറയായിരുന്നു, എല്ലാവർക്കും ഈ ഒരു സിറ്റുവേഷൻ ഒന്നും ആയിരിക്കില്ല. സോ സോഷ്യൽ സെക്യൂരിറ്റിയിലേക്കൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അലവൻസും ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടും. ആ ഒരു ഓൺസൈറ്റ് ഡ്യൂറേഷനിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടാണല്ലോ വരിക. അപ്പോൾ ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വെക്കുന്നത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇനിയിപ്പോൾ അതൊന്നുമല്ല, ചുമ്മാ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി വരികയാണോ യൂറോപ്പൊക്കെ ഒന്ന് കാണാമല്ലോ, ഒരു 1-2 കൊല്ലം ചുമ്മാ ബ്രേക്ക് എടുത്തിട്ട് വേറൊരു കൺട്രിയിൽ പോയി വർക്ക് ചെയ്യണോ, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ സെറ്റാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മളിപ്പോൾ ഇന്ത്യൻ കമ്പനീൻ്റെ ഓൺസൈറ്റ് ഒക്കെ ആയിട്ടാണ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പോലെ രാവിലെ 8 മണിക്ക് പോകുന്നു, 4-5 മണിയാകുമ്പോഴേക്കും വർക്ക് കഴിയുന്നു, പിന്നെ പേഴ്സണൽ ടൈം അങ്ങനെയൊന്നുമല്ല. ഞങ്ങളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നല്ല പണിയാവാറുണ്ട്. അതായത് രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരും, വൈകുന്നേരം വന്നതിൻ്റെ ശേഷം പിന്നെയും ഒരുപാട് നേരം ഇരുന്ന് വർക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ സാറ്റർഡേ സൺഡേ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. സോ ഇവിടുത്തെ ഒരു വർക്ക് കൾച്ചർ ആയിരിക്കില്ല ഓൺസൈറ്റ് ആയിട്ട് വന്ന ആൾക്കാർക്ക്. എല്ലാവരുടെയും കേസല്ല, ബട്ട് ഞാനിവിടെ കാണുന്ന ഒരു കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ അതുകൂടെ ഒന്ന് മനസ്സിൽ വെക്കാം. സോ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ലക്സംബർഗിലേക്ക് ഓൺസൈറ്റ് ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ ഓഫർ കിട്ടി നിൽക്കുന്ന ആൾക്കാർക്ക് കുറച്ചൊക്കെ ഇത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ. സോ അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ബൈ.